വിദ്വേഷ പ്രചാരണം ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി. പ്രസംഗത്തിലൂടെയും കലയിലൂടെയും ഒരു വിഭാഗത്തിന് നേരെ വിദ്വേഷ പ്രചാരണം നടത്തരുത്, ഭരണ തലപ്പത്തുള്ളവർ വിദ്വേഷം നടത്തരുതെന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുകയാണ്. റഷീദ്, രാജ്യത്തെ പരമോന്നത കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു ഭരണതലത്തിലുള്ളവർ വിദ്വേഷ പ്രചാരണം നടത്തരുത്. അത് ഇവിടുത്തെ സംഘപരിവാർ ഭരണകൂടത്തിന് എതിരെ കൂടിയാണ്. ഈ ഇത്തരത്തിൽ കഴിഞ്ഞ ആഴ്ച ഹിമന്ത ബിശ്വ ശർമ്മ അടക്കമുള്ളവർ നടത്തിയ വിദ്വേഷ പരാമർശങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. കേരളത്തെ സംബന്ധിച്ച സവിശേഷമായ ഒരു സാഹചര്യം, കേരള സ്റ്റോറി 2 കേരളത്തിനെ അപകീർത്തിപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങൾ ഹൈക്കോടതിയിൽ ആ കേസ് ഇന്ന് പരിഗണിക്കാനിരിക്കവേ കൂടിയാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണം വന്നിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലായിരുന്നു സുപ്രീം കോടതി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്? ഇത് നെറ്റ്ഫ്ലിക്സ് ചിത്രം ഗുസ്കോർ ഫണ്ടിന്റെ തലക്കെട്ടുമായി ബന്ധപ്പെട്ട ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഏറെ നിർണായകമായിട്ടുള്ള ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. രാജ്യത്ത് വിദ്വേഷം പ്രചരിപ്പിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമാണ്. അത് ഏത് തരത്തിലുള്ള വിദ്വേഷ പ്രചരണമാണെങ്കിലും ഈ ഗണത്തിൽ തന്നെയാണ് പെടുക എന്നുള്ളതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. വിദ്വേഷ പ്രചരണം അത് പ്രസംഗത്തിലൂടെ നടത്താൻ പാടില്ല. രാഷ്ട്രീയ തലത്തിലും അതോടൊപ്പം ഭരണഘടനാ തലത്തിലിരിക്കുന്ന ആളുകൾ അടക്കം ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തരുത്. ഏതെങ്കിലും തരത്തിൽ ഉള്ള മന്ത്രിമാരോ അല്ലെങ്കിൽ പാർലമെന്റ് അംഗങ്ങളോ മറ്റും നിയമവുമായി ബന്ധപ്പെട്ടും ഭരണഘടന ഇത്തരത്തിലുള്ള ബാധ്യതകൾ വഹിക്കുന്ന ആളുകളും മതം, അതോടൊപ്പം ജാതി, വർഗം, വർണ്ണം എന്നിവയുമായി ബന്ധപ്പെട്ട് ഒന്നും തന്നെ വിദ്വേഷ പ്രചരണങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കലയിലൂടെയും ഒരു വിഭാഗത്തിന് നേരെ വിദ്വേഷം പ്രകടിപ്പിക്കരുത്. അങ്ങനെയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരള സ്റ്റോറിക്ക് അടക്കം ബാധകമാകുന്ന നിർണായകമായിട്ടുള്ള ഉത്തരവ് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം മീമുകൾ, കാർട്ടൂണുകൾ തുടങ്ങിയിട്ടുള്ളവ ഒന്നും തന്നെ വിദ്വേഷ പ്രചരണങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തരുത് എന്നുള്ള കർശന നിർദ്ദേശം കൂടി സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഹിമന്ത ബിശ്വ ശർമ്മ അടക്കമുള്ള ആളുകൾ നിരന്തരം ഒരു വിഭാഗത്തെ, പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തെ വേട്ടയാടുകയും വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇതുമായി ബന്ധപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതിയുടെ മുമ്പിൽ എത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള പരാമർശം കൂടിയും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് ഭരണഘടനാ തലത്തിലിരിക്കുന്ന ആളുകൾ ഒന്നും തന്നെ വിദ്വേഷ പ്രചരണം നടത്താൻ പാടില്ല, അവർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയും വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ജസ്റ്റിസ് ഉദയ് ബിജ്വാളിന്റെയാണ് ഈ പരാമർശം എന്ന് പറയുന്നത്. ഏറെ നിർണായകമായിട്ടുള്ള ഒരു ഉത്തരവ് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. റഷീദ്, ഈ എന്തുകൊണ്ട് സുപ്രീം കോടതിയുടെ നിരീക്ഷണം പ്രസക്തമാകുന്നു എന്ന ചോദ്യത്തിന്റെ ഏറ്റവും ഒരു ഉദാഹരണമാണ് നമ്മുടെ ഈ കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന ചിത്രം. അതിനുപരിയായി കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം രാജ്യത്തെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ നടത്തിയ വലിയ വിദ്വേഷ പ്രചാരണങ്ങളുണ്ട്. രാജ്യത്തിന്റെ ഭരണകൂടം, ഭരണം കൈയാളുന്നവർ തന്നെ ഇത്തരം വിദ്വേഷ പ്രചാരണം നടത്തുമ്പോൾ അവർക്കെതിരെ കൂടിയാണ് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം. പക്ഷെ അതൊരു ഉത്തരവല്ലെങ്കിൽ പോലും വളരെ കൃത്യമായ ചില മെസ്സേജുകൾ ആ വിദ്വേഷ പ്രചരണം ഭരണഘടനാ വിരുദ്ധമാണെന്ന് തന്നെ പറയുന്നു. കലയിലൂടെ, അതും ഈ സംഘപരിവാർ ശക്തികൾ തന്നെയാണ് സിനിമയിലൂടെ ഈ പ്രൊപ്പഗണ്ട നടത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സുപ്രീം കോടതിയുടെ നിരീക്ഷണത്തിന് വളരെയേറെ പ്രസക്തിയുള്ളത്. കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം തന്നെ കേന്ദ്ര മന്ത്രിമാർക്കും അടക്കം താക്കീത് നൽകുന്ന തരത്തിൽ തന്നെയാണ് കോടതിയുടെ പ്രധാനപ്പെട്ട ഈ പരാമർശം ഉണ്ടായിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ തന്നെയും BJP MP-മാരും അതോടൊപ്പം മുഖ്യമന്ത്രിമാരും പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ആളുകൾ പ്രത്യേക വിഭാഗത്തിനെതിരെയും നേതാക്കൾക്കെതിരെയും വലിയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന സാഹചര്യങ്ങൾ രാജ്യം കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ ഏറെ നിർണായകമായിട്ടുള്ള പരാമർശം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ അടുത്തിടെ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ പല വിദ്വേഷ പ്രചാരണങ്ങളും വലിയ രീതിയിൽ പ്രചരിക്കുകയും അതിനെതിരെ സുപ്രീം കോടതിയിൽ വരെ കേസുകൾ നടക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇത്തരം പരാമർശങ്ങൾ ഒന്നും തന്നെ പാടില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാരിനടക്കം ഒരു താക്കീത് നൽകുന്ന തരത്തിലേക്ക് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുള്ള നിരീക്ഷണം എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ഭരണഘടനാ തലത്തിലിരിക്കുന്ന ആളുകൾ ഏതെങ്കിലും തരത്തിൽ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കെതിരെ വിദ്വേഷം പ്രചരിപ്പിക്കാൻ പാടില്ല. മറ്റൊന്ന്, കേരളത്തിലെ സമാനമായിട്ടുള്ള സ്ഥിതി തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ നിർണായകമായിട്ടുള്ള ഉത്തരവ് വന്നിരുന്നത്. പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേരള സ്റ്റോറിയുമായി ബാധിക്കപ്പെടുന്ന അല്ലെങ്കിൽ അവയുമായി ബന്ധപ്പെടുന്ന തരത്തിലുള്ള ഒരു ഉത്തരവ് കൂടി പുറത്തു വന്നിരിക്കുന്നത്. അതായത് കലയിലൂടെയും അതോടൊപ്പം മറ്റു മേഖലകൾ ഒന്നും സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള വിദ്വേഷങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല. ഏതെങ്കിലും മതവിഭാഗത്തിൽപ്പെട്ട ആളുകളെ ലക്ഷ്യം വെക്കാൻ കലയെ ഉപയോഗപ്പെടുത്തരുത് എന്നുള്ള ഒരു താക്കീത് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. എന്തായാലും BJP-യെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ NDA സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായിട്ടുള്ള ഉത്തരവ് തന്നെയാണ് വരുന്നത്. അവർക്കൊരു താക്കീത് നൽകുന്ന തരത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. ശരി റഷീദ്, തുടരുക. റഷീദാണ് വിദ്വേഷ പ്രചരണത്തിനെതിരെയുള്ള സുപ്രീം കോടതിയുടെ സുപ്രധാന നിരീക്ഷണം സംബന്ധിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചത്.